ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽ ഖ്വയ്ദ എന്ന UN സുരക്ഷാ കൗൺസിൽ നിരീക്ഷക സമിതി. റിപ്പോർട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകളുടെ ഉപരോധ നടപടികൾ നിരീക്ഷിക്കുന്ന കമ്മിറ്റിയുടേതാണ്. രണ്ട് ഭീകര സംഘടനകളും ജൈവ രാസായുധങ്ങൾ നിർമ്മിക്കുന്നതിന് പദ്ധതികൾ തയ്യാറാക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, UN സുരക്ഷാ കൗൺസിൽ നിരീക്ഷക സമിതിയുടെ റിപ്പോർട്ടിൽ പ്രധാനമായും എന്തൊക്കെയാണ് പരാമർശങ്ങൾ? സുരേഷ്, UN സുരക്ഷാ കൗൺസിലിൻ്റെ പ്രത്യേക സമിതിയാണ് ഇക്കാര്യം പരിശോധിച്ചത്. ഇക്കാര്യം പരിശോധിച്ചതിൽ അൽ ഖ്വയ്ദയും അതുപോലെ തന്നെ മറ്റു ചില ഭീകര സംഘടന IS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്കും ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് വളരെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ചെങ്കോട്ടയിൽ നടന്ന 2025 നവംബറിൽ നടന്ന ആക്രമണത്തിൽ കൃത്യമായ ഇൻവോൾവ്മെൻറ്റ് ഈ രണ്ട് സംഘടനകൾക്കുമുണ്ടെന്നും ഈ രണ്ട് സംഘടനകളും ഭീകര സംഘടനകളും ചേർന്ന് ഇന്ത്യയിലെ അൽ ഖ്വയ്ദ ഇന്ത്യ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്ന സംവിധാനവുമായി ചേർന്നാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്നും വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. 2025 ഡിസംബറിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അൽ ഖ്വയ്ദ അതുപോലെ തന്നെ IS ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു എന്ന കൃത്യമായ അല്ലെങ്കിൽ ഭാഗമായി എന്ന കൃത്യമായ റിപ്പോർട്ട് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഈ സാങ്ഷനുകളുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളെ ഉപരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉപരോധം പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമിതി റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിലെ പരാമർശമാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഡിസംബറിൽ തന്നെ നൽകിയ റിപ്പോർട്ട് ഈ അടുത്ത ദിവസങ്ങളിലായി പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ബംഗ്ലാദേശിൽ ഉൾപ്പെടെ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ നേപ്പാളിൽ നടന്ന ആ ആക്രമണങ്ങൾക്ക് പിന്നിലും ഇത്തരം സംഘടനകളുടെ ഇടപെടലുണ്ട് എന്നൊരു രൂപരേഖയും പുറത്തു വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഹൈന്ദവ വിരുദ്ധ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അവിടെയും ചില ഇൻവോൾവ്മെൻറ്റ് അൽ ഖ്വയ്ദയുടെ ഇന്ത്യൻ പതിപ്പിനുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഈ റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വരികയും ചെയ്തത്. പുറത്തു വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവമേറിയ ചില പശ്ചാത്തലങ്ങളും ഒരുങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, റെഡ് ഫോർട്ടിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ അറസ്റ്റിലായവർക്കെല്ലാം തന്നെ ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റി വൈറ്റ് കോട്ട് ഭീകരത അല്ലെങ്കിൽ വെള്ളക്കോളർ ഭീകരത എന്നൊക്കെ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു പുതിയ രീതിയിലുള്ള ഒരു ആക്രമണ ശൈലി ഇതിന് പിന്നിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, രാസായുധങ്ങളും അതുപോലെ തന്നെ ജൈവ രാസായുധങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിനുള്ള ചില ആസൂത്രണങ്ങളും ഇവർ നടത്തിയതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ നടപടികളും ശക്തമായ നിരീക്ഷണവും ആഗോളതലത്തിൽ ഇത്തരം ഭീകര സംഘടനകൾക്ക് നേരെ ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നിരീക്ഷണമാണ് ഈ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.